ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് ലിനി. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് നല്ലൊരു വെതറൊക്കെ കണ്ടതുകൊണ്ട് ചെറുതായിട്ട് സൈക്ലിങ്ങിനായിട്ട് ഇറങ്ങിയേക്കാം. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തല്ല, ഒരു 1/4 മണിക്കൂറോളം സൈക്കിൾ ഔട്ടാനുണ്ട് ലേഡിയാർഡ് പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാർക്കിലേക്കാണ് പോകുന്നത്. ഇവിടെയുള്ള വീടുകളൊക്കെ ഇങ്ങനെ കൂട്ടി അടുക്കി വെച്ചേക്കണ പോലെ പണിതിട്ട് ഇങ്ങനെ കുറേ സ്ഥലങ്ങൾ ഇവർക്ക് എൻജോയ് ചെയ്യാനായിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനത്തെ പാർക്കുകളെന്ന് പറഞ്ഞാൽ നോർമലി കുറേ വെള്ളം, അതിന് ചുറ്റും ഇങ്ങനെ നടക്കാനുള്ള സ്ഥലം, ഇരിക്കാനുള്ള സ്ഥലം. പൊതുവെ ഇവിടുത്തെ പാർക്കുകൾക്കൊക്കെ ഒരേ പാറ്റേൺ ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ ഇതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. നമ്മൾ ഓഫ് റോഡ് സൈക്ലിങ്ങിന് പോകാറുണ്ട് കേട്ടോ എപ്പോഴും, മലയും കുന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട്. ഒത്തിരി അഡ്വഞ്ചറസ് സൈക്ലിംഗ് ഒന്നുമല്ല, നോർമലായിട്ട് സ്പെൻഡിനത്തുള്ള ഓഫ് റോഡ്. പക്ഷെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും പെട്ടെന്ന് എത്തുകയും ചെയ്തായിരുന്നു കേട്ടോ. ഒറ്റ ചവിട്ടിന് ഒരിടത്ത് നിർത്തേണ്ടി ഒന്നും വന്നില്ല. സാധാരണ ഈ മലയും കുന്നും കയറ്റമൊക്കെയാണ് കുറേ സ്ഥലത്തൊക്കെ നിർത്തിയായിരിക്കും സൈക്കിൾ ഔട്ടാൻ പോകാറ്. അപ്പോൾ ഇന്ന് ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് നല്ല വെതറൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ചുറ്റുമുണ്ട്. എല്ലാവരും വന്നിങ്ങനെ അവിടെ കസേരയിട്ടും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് വിരിച്ചും അങ്ങനെ ഇങ്ങനെയൊക്കെ ഇരിക്കാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ മോളിൽ കാണുന്ന ഫ്ലവേഴ്സിൻ്റെ പേരാണ് വിസ്തേരിയ. അതിപ്പം അതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഞാൻ കറക്റ്റായിട്ടാണോ പറഞ്ഞതെന്ന് അറിയില്ല. എനിവേ ഈ ഒരു ടൈമിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇപ്പം അത് എക്സാക്ട്ലി ലൈക്ക് ഒഴിഞ്ഞു തുടങ്ങി. എന്നാലും നമ്മൾ നന്നായിട്ട് പിക്കായിട്ടിരുന്ന സമയത്ത് പോയതുകൊണ്ട് നല്ല ചെറുതായിട്ട് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാമെന്നും കൂടെ ഒരു ഇതിലാണ് പോയത്. അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഒരു ടോപ്പും ഒരു കുഞ്ഞൊരു സ്കേർട്ടൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഫോട്ടോസും വീഡിയോസൊക്കെ ഒന്ന് എടുക്കാനായിട്ട്. ഈ ഒരു പ്രദേശത്ത് തന്നെ നിൽക്കാനായിട്ട് നല്ലൊരു മണമായിരുന്നു കേട്ടോ. പൂക്കളെല്ലാം കൂടെ പൂത്ത് നിൽക്കുന്നതിൻ്റെ ഒരു മണമൊക്കെ. പിന്നെ ഇവിടെ ഒരു വെഡ്ഡിങ് ഡെസിഗ്നേഷൻ ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ വെഡ്ഡിങ്സ് ഒക്കെ പൊതുവെ ഇൻറ്റിമേറ്റ് വെഡ്ഡിങ്സ് ആണ്. ഏറ്റവും അടുത്ത ആൾക്കാരെയും ഏറ്റവും അടുത്ത ഫ്രണ്ട്സിനെ മാത്രം വിളിച്ച് കുറച്ച് ആൾക്കാർ മാത്രമുള്ള വെഡ്ഡിങ്സ് ആയിരിക്കും. അങ്ങനെ കുറച്ച് ആൾക്കാരെ ഗ്യാദർ ചെയ്ത് അവർ ഫുഡ് കഴിക്കുക, അതുപോലെ തന്നെ വെള്ളം അടിക്കുക, ഡാൻസ് ചെയ്യുക, പാട്ട് പാടുക, എൻജോയ് ചെയ്യുക, പിരിയുക, അത്രേ ഉള്ളൂ. നാട്ടിലുള്ളവർ മുഴുവൻ വിളിച്ച് ഫുഡ് കൊടുത്തൊരു വെഡ്ഡിങ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇവർക്ക് പൊതുവെ ഇല്ല. ചെലവ് ചുരുങ്ങിയ, കുറ്റം പറച്ചിലുകൾ കുറഞ്ഞ് സന്തോഷിക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ളൊരു ദിവസം, അതാണ് ഇവിടുത്തെ വെഡ്ഡിങ്ങുകൾ. അപ്പോൾ നമ്മൾ പാർക്കും അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളും ഒക്കെ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുമായിരുന്നു കേട്ടോ. ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് ഓഫ് കിട്ടുമ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലൊക്കെ വരുന്നതും നേച്ചറിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഡ്യൂട്ടിക്ക് പോകുമ്പോഴുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ ആൾക്കാരുമായിട്ട് ഇരുന്ന് സംസാരിക്കാനായിട്ട് കുറച്ച് സമയം കിട്ടാറുണ്ട് കേട്ടോ. സാധാരണ വാർഡുകളെ വെച്ച് നോക്കുമ്പോൾ ഒരു ഡിഫറെൻ്റ് ആണ് നമ്മൾ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ആളുകൾ, വ്യത്യസ്തരായിട്ടുള്ള ആളുകളെയാണ് നമ്മൾ ഓരോ ദിവസം കാണുന്നത്. അവർ വ്യത്യസ്തമായ സ്റ്റോറികൾ പറയും. അപ്പോൾ ചില സ്റ്റോറികൾ നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്തിരിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടൊരു വ്യക്തി പറഞ്ഞാണ് അവർക്ക് 90 വയസ്സ് കൂടുതലുണ്ട്. കറക്റ്റായിട്ട് എത്ര വയസ്സാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ അവർ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആളാണ്. മക്കളൊക്കെ അടുത്തടുത്തൊക്കെ തന്നെയുണ്ട്, അതായത് സ്വെൻറ്റിന് തന്നെ ഉണ്ട്. പക്ഷെ അവരൊറ്റയ്ക്കാണ് ജീവിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞൊരു സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രിയിൽ ഇവർ വീണ് കഴിഞ്ഞിട്ട് എല്ലൊടിഞ്ഞ് വീണ് കഴിഞ്ഞിട്ട് ഇവർക്ക് എണീറ്റ് നടക്കാനായിട്ട് പറ്റുന്നുണ്ടായില്ല. അപ്പോൾ ഇവർ എന്ത് ചെയ്ത് അവിടെ കിടന്നോടത്ത് തന്നെ ആരെ ശല്യപ്പെടുത്തണ്ടെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ പുള്ളിക്കാരി വീണ് കിടന്നോടത്ത് തന്നെ ഒരു പുതപ്പൊക്കെ കട്ടിലെന്ന് വലിച്ചിട്ട് അവിടെ കിടന്നുറങ്ങി. അത് കഴിഞ്ഞിട്ട് രാത്രി അറൗണ്ട് 1 മണിയോടുകൂടി ഇവർ ഭയങ്കര വേദന എടുത്ത് എണീക്കുക. അതായത് എല്ലൊടിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്കത് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ വേദന എടുത്ത് എണീറ്റ് കഴിഞ്ഞിട്ട് ഇവർ ആംബുലൻസിനെ വിളിച്ചു വരുത്തി. ആംബുലൻസ് കയറി നമ്മുടെ ആശുപത്രിയിൽ വന്നേക്കും. ആശുപത്രിയിൽ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് സർജറി ഒക്കെ ഇറങ്ങി കഴിഞ്ഞിട്ടാണല്ലോ കാണുന്നത്. ഒടിഞ്ഞ നടുവിൻ്റെ എല്ലായിരുന്നു ഒടിഞ്ഞത്. ആ എല്ല് ഫിക്സ് ചെയ്തിട്ട് ഇറങ്ങി വരുമ്പോഴാണ് നമ്മൾ ഈ കഥയൊക്കെ കേൾക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എന്തായാലും ഉടുപ്പ് സാധനങ്ങളൊക്കെ ആയിട്ട് വന്നതല്ലേ, ഞാൻ എടുത്തേക്കുന്ന വീഡിയോസും ഫോട്ടോസും കൂടെ ഇതിനകത്തും കൂടെ ആഡ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം നമുക്ക് ബാക്ക് ടു കഥയിലേക്ക് പോകാം. ഞാൻ ഈ വ്യക്തിയെ കാണുന്നത് സർജറി കഴിഞ്ഞിട്ട് വരുമ്പോഴാണല്ലോ. അപ്പോൾ അവർ പറഞ്ഞ ഒരു കഥ കേട്ടപ്പോൾ എന്തോ അത് മൈൻഡിലൊരു സ്ട്രൈക്ക് ചെയ്ത് ചെറിയൊരു റെസ്പെക്റ്റ് ഒക്കെ എനിക്ക് അവരോട് തോന്നി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും പ്രായമായിട്ടുള്ളൊരു സ്ത്രീ അവരൊറ്റയ്ക്ക് അവരുടെ കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്ത് ഒറ്റയ്ക്ക് ജീവിക്കുന്നു. അത് പോരാത്തതിന് അവർ രാത്രിയിൽ ഉരുണ്ട് വീട് കഴിഞ്ഞിട്ട് ആരെ ശല്യപ്പെടുത്തണ്ടെന്ന് കരുതി തറയിൽ കിടന്നുറങ്ങാൻ കാണിച്ച ആ ഒരു മനസ്സ്, അതെനിക്ക് വല്ലാണ്ട് സ്ട്രൈക്ക് ചെയ്തു. ഇപ്പം ഞാനാ വീഴുന്നെങ്കിൽ എനിക്ക് വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ ഇല്ലെങ്കിൽ വീണെങ്കിൽ പോലും ഞാൻ പെട്ടെന്ന് പാനിക്കാവും, പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ വിളിച്ചു കൂട്ടി ആശുപത്രിയിൽ പോകുക, അതായിരിക്കും എൻ്റെ മൈൻഡിൽ വരിക. പക്ഷെ അവർ ആരെയും ശല്യപ്പെടുത്തണ്ടെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ അവിടെ തന്നെ കിടന്നുറങ്ങി. അപ്പോൾ അതൊരു എൻ്റെ മൈൻഡിൽ പെട്ടെന്ന് സ്ട്രൈക്ക് ആയതുപോലെ തോന്നി കേട്ടോ. അപ്പോൾ എനിവേ നമ്മൾ പാർക്കിൽ കൂടെ നടന്നപ്പോൾ ദൂരെ കുതിരകളൊക്കെ മെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വൈകുന്നേരം ആയപ്പോഴേക്ക് തണുപ്പായി തുടങ്ങി കേട്ടോ. അപ്പോൾ തണുപ്പിന് പറ്റിയ ഡ്രസ്സുകളൊന്നും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായില്ല. അപ്പോൾ വേഗം വീട്ടിൽ പോകാൻ നോക്കും. അപ്പോൾ ബൈ.